ആർക്ക് വേണ്ടിയാ ഇത്? ആരാ ഇതിൽ കളിച്ചത്? ഇനി ഞങ്ങൾക്ക് ഈ ദുരിതം പേറാൻ മനസ്സില്ല. ഗതാഗതക്കുരുക്കിന് താൽക്കാലിക പരിഹാരം എന്നോണം വടകര പഴയ ബസ് സ്റ്റാൻഡിൽ നിന്നും ബസ്സുകൾ ലിങ്ക് റോഡിലേക്ക് മാറ്റാനുള്ള തീരുമാനത്തിൽ പ്രതിഷേധം കടുക്കുന്നു. ലിങ്ക് റോഡ് കേന്ദ്രീകരിച്ച് ആദ്യം നിർത്തിയിരുന്ന സർവീസുകൾ ഈ അടുത്താണ് പഴയ സ്റ്റാൻഡിലേക്ക് മാറ്റിയത്. എന്നാൽ കഴിഞ്ഞ ദിവസം MLAയുടെ നേതൃത്വത്തിൽ ചേർന്ന യോഗത്തിൽ ബസ്സുകൾ തിരിച്ച് ലിങ്ക് റോഡിലേക്ക് തന്നെ മാറ്റാൻ തീരുമാനിക്കുകയായിരുന്നു. ഇതിനെതിരെ വ്യാപാരികളാണ് പ്രതിഷേധിക്കുന്നത്. വ്യാപാരി സംഘടനകളുടെ നേതൃത്വത്തിൽ വടകര RDO ഓഫീസിലേക്ക് മാർച്ച് സംഘടിപ്പിച്ചിരിക്കുന്നു. RDO ഓഫീസ് പരിസരത്ത് മാർച്ച് പോലീസ് തടഞ്ഞു. ദൃശ്യങ്ങളിലേക്ക്. ബസ്സുകൾക്ക് ബസ് സ്റ്റാൻഡ് ദേശീയപാത ദുരന്ത പറമ്പിനെ ഇല്ലാതാക്കാൻ വളരെ പറയുന്നു. നിങ്ങൾക്കെതിരായിരുന്നു കൂട്ടുനിൽക്കും അധികാരികളെ, കൂട്ടുനിൽക്കും അധികാരികളെ, നിങ്ങൾക്കെതിരായി വരുന്നു, നിങ്ങൾക്കെതിരായി വരുന്നു വ്യാപാരികളുടെ പ്രതിഷേധം. എന്തെങ്കിലും ഒരു പരിപാടി വടകരയ്ക്ക് വേണ്ടിയിട്ട് ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ അതെന്താണ്, അത് ഈ സമൂഹത്തിൽ എന്ത് പ്രത്യാഘാതം ഉണ്ടാക്കും, അതിന്റെ അനന്തരഫലം എന്നുള്ളത് ഒന്ന് ആലോചിക്കുക. ഞാൻ ആലോചിക്കുക എന്ന് പറയുന്നത് സാധാരണക്കാരോടല്ല പറയുന്നത്. ഒരു നഗരത്തിന്റെ പിതാക്കന്മാരായിട്ടുള്ള ആളുകൾ, RDO, അതുപോലെ കലക്ടർ, അതുപോലെ MLA, അത്തരമുള്ള ആളുകൾ ഒരു കാര്യം തീരുമാനിക്കുമ്പോൾ അത് വടകരയെ എങ്ങനെ ബാധിക്കുമെന്ന് പഠിച്ചിരിക്കണം. പഠിക്കാൻ ചരിത്രങ്ങളുണ്ട് ഇവിടെ. നമുക്കറിയാം 6 വർഷം മുമ്പ് ഒരു പരീക്ഷണാർത്ഥം ലിങ്ക് റോഡിലേക്ക് ബസ്സുകൾ മാറ്റി. അത് അശാസ്ത്രീയമാണ്. 900 മീറ്റർ വീതിയിൽ 11 വളവുള്ള ഈ റോഡ് വലിയ ഗതാഗതങ്ങൾക്ക് പറ്റിയതല്ല എന്നുള്ള പഠനങ്ങളുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ഇത് ചെയ്യരുത് എന്ന് പറഞ്ഞു. ചെവിക്കൊണ്ടില്ല. 4 മരണങ്ങൾ നടന്നു ഈ റോഡിൽ വെച്ച്. 4 മരണങ്ങൾ നടന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പറഞ്ഞു ഇത് ശരിയുള്ള ഏർപ്പാടല്ല, വടകരയെ സംബന്ധിച്ചിടത്തോളം ഇത് പ്രശ്നമാണെന്ന് പറഞ്ഞു. നിരന്തരമായി 8ഓളം സമരങ്ങള് വടകര മർച്ചന്റ് അസോസിയേഷൻ, വ്യാപാരി സമിതി, ഇതാ ഇപ്പൊ കണ്ടില്ലേ CITയുടെ തൊഴിലാളി യൂണിയൻ, ഇവരൊക്കെ ഇതിനെതിരെ സമരം ചെയ്തു. കണ്ടു തുറന്നില്ല. അതില് എനിക്ക് മുക്തകണ്ഠം പ്രശംസിക്കാനുള്ളത് ഇപ്പോഴുള്ള വടകര മുനിസിപ്പാലിറ്റി ചെയർമാനെയാ. അദ്ദേഹം വളരെ വ്യക്തമായ രീതിയിൽ, ഞാനിവിടെ ഒരു RTO മീറ്റിംഗ് നടന്നു. RDO മീറ്റിംഗില് ഈ ബസ് സ്റ്റാൻഡ് മാറ്റം ഒരു അജണ്ടയൊന്നും ആയിരുന്നില്ല കേട്ടോ. ഞങ്ങള് ഈ ദുരന്തവാദമുണ്ട്, ദേശീയവാദ, അതിന്റെ കഴിഞ്ഞ 6 കൊല്ലമായി നമ്മൾ നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഒരു പരിഹാരം വേണമെന്നുള്ള നിലക്ക് വിളിച്ചു ചേർന്നതാ. കളക്ടർ RDO ഉണ്ടായിരുന്നു, MLA ഉണ്ടായിരുന്നു, പോലീസ് ഉദ്യോഗസ്ഥന്മാർ എല്ലാവരും ഉണ്ടായിരുന്നു, DYSP അടക്കമുള്ള എല്ലാ കേഡറുള്ള പോലീസ് ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു, വ്യാപാരി പ്രതിനിധി ഞങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിലില്ലാത്തൊരു അജണ്ട ഒരു ഇംപ്ലിമെന്റ് ചെയ്യുകയും അവസാനം ഞങ്ങളെയോടൊക്കെ പറഞ്ഞ് നിങ്ങളൊന്ന് ഇറങ്ങിപ്പുറത്ത് നിൽക്ക്, ഞങ്ങൾ ഇതിനെപ്പറ്റി ആലോചിക്കട്ടെ എന്ന്.
നിങ്ങൾക്ക് പറയേണ്ട കാര്യങ്ങൾ വളരെ വ്യക്തമായി. അതിൽ ബസ് ഓണേഴ്സിന്റെ ആളുകള് ബസിന്റെ പ്രയാസങ്ങളെ പറ്റി പറഞ്ഞു, ഞങ്ങൾക്ക് ഇവിടെ മാറ്റിത്തരണമെന്ന് പറഞ്ഞു. ഉടനെ അതിനെ ഖണ്ഡിച്ചുകൊണ്ട് മുനിസിപ്പൽ ചെയർമാന്, വ്യാപാരി പ്രതിനിധികൾക്ക് ഞാന്, വിനോദന് പോലുള്ള ആളുകള് അത് 6 കൊല്ലത്തെ പരാജയപ്പെട്ടു പോയ പരീക്ഷണമാണെന്ന് അവിടെ ബോധ്യപ്പെടുത്തി. ഞങ്ങൾക്ക് പുറത്തിറങ്ങി വന്നു കഴിഞ്ഞപ്പോ പിന്നെ വിളിക്കുന്നത് ചാനലുകാരാണ്. ഒരു തീരുമാനം വന്നിട്ടുണ്ട്. എന്താ? ബസ് സ്റ്റാൻഡ് ഇങ്ങോട്ടേക്ക്, പിന്നെ ബസ്സുകൾ ഇങ്ങനെ ഇങ്ങോട്ടേക്ക് മാറ്റി. ആർക്ക് വേണ്ടിയാ ഇത്? ആരാ ഇതിൽ കളിച്ചത്? ആർക്ക് വേണ്ടിയാണ് ഈ ദുരന്തം വീണ്ടും ഉണ്ടാക്കിയത്? നമുക്ക് ഒരു കാര്യം നമുക്ക് വ്യക്തം. ഒന്ന്, ഒരു ബസ് ഷെൽട്ടർ അവിടെ ഉള്ളത്. വടകരയിലെ പ്രധാനപ്പെട്ട 4 ഇടങ്ങളിലേക്ക് 100ഓളം ബസ്സുകൾ ഓപ്പറേറ്റ് ചെയ്യുവാൻ അത് അശാസ്ത്രീയമാണ്, പരാജയപ്പെട്ടതാണ്. ഒരു ബാത്റൂം പോലും ഇല്ല. ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, തൊഴിലാളികൾക്ക് പ്രശ്നങ്ങളുണ്ട്. ഇതൊക്കെ ബോധ്യപ്പെട്ടിട്ടും ആർക്ക് വേണ്ടിയാണ്? അധികാരികൾ മറുപടി പറഞ്ഞേ പറ്റൂ. ഇതിന് മറുപടി പറയണം. അല്ലാതെ ഇവിടെ പറഞ്ഞ 2 ആഴ്ചത്തേക്ക് എന്താ 2 ആഴ്ചയുടെ പ്രത്യേകത? ഈ 2 ആഴ്ചക്ക് പ്രത്യേകതയുണ്ട്. 20-ാം തീയതി അത്തം തുടങ്ങുക, 30-ാം തീയതി തിരുവോണമാ. ഈ 10 ദിവസം അല്ലെങ്കിൽ 15 ദിവസം വ്യാപാരികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വ്യാപാരത്തിന്റെ 6 മാസം അവർ ഷോപ്പിലിരുന്ന് വ്യാപാരം ചെയ്യുന്നത് ഈ 10 ദിവസം ഞങ്ങൾക്ക് ആക്കാൻ സാധിക്കും. ആ ഒരു കാര്യത്തിലാണ് വിലങ്ങിട്ടിരിക്കുന്നത്. ഒരു കോട്ടപ്പുറമെന്നുള്ള പ്രദേശം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. കഴിഞ്ഞ 6 വർഷമായി ഉണങ്ങിക്കിടക്കുകയാ. ബസ്സുകൾ തിരിച്ചു വന്നു, തിരിച്ച് അവർ ലഡുവിതരണം നടത്തി. അവര് അവരുടെ ഷോപ്പുകളിൽ തൊഴിലാളികളെ കൂട്ടി. അതൊന്നും അറിയാതെ, അതിനെ പറ്റിയൊന്നും ആലോചിക്കാതെ ആർക്ക് വേണ്ടിയാണ് പട്ടികാരികൾ ഉത്തരം പറഞ്ഞേ പറ്റൂ. അത് പറയിപ്പിക്കും വരെ വടകരയിലുള്ള തൊഴിലാളി പ്രസ്ഥാനങ്ങളെ, വടകരയിലുള്ള വ്യാപാരികളെ, ഞങ്ങൾ ഇതുമായി അനുകൂലിക്കുന്ന എല്ലാ ആളുകളെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നിരന്തര സമരമുറകൾ ഉണ്ടാകും. അതിനെ അടിച്ചമർത്താൻ ഒരു അധികാരത്തിൽ സാധ്യമല്ല എന്ന് കടത്തിനാടിന്റെ മക്കൾക്ക് വേണ്ടി ഞാൻ സംസാരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഇത് വടകരയോട് ചെയ്ത അനീതിയ. ഞങ്ങൾ ആ വിഷയത്തിൽ ഞങ്ങൾ മുന്നോട്ട് വെച്ചത് വടകരയിലെ ഗതാഗതക്കുരുക്ക് പരിഹരിക്കണമെങ്കിൽ 2 കാര്യം ചെയ്താൽ മതി. എന്താ 2 കാര്യം? ആ 2 കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ഒന്ന്, ദേശീയപാതയുമായി ബന്ധപ്പെട്ട സർവീസ് റോഡ്. അത് പാച്ച് വർക്ക് പോരാ. പക്ക 2 റോഡും നിങ്ങള് ദേശീയപാത പണി കഴിഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ആ രീതിയിലാക്കി തരിക. പ്രശ്നം തീർന്നവിടെ. പിന്നെ ഞങ്ങൾ കാര്യമായ ഒറ്റ കാര്യമായിരുന്നു. ഇതാ വിനോദന്റെ പീടികയിൽ മുമ്പുള്ള ഒരു സീബ്ര ലൈൻ ഉണ്ട്. ആ സീബ്ര ലൈന് 2 പോലീസുകാര് രാവിലെ 8 മണി മുതൽ വൈകുന്നേരം 2 പോലീസുകാരുണ്ടായാൽ വടകരയിലെ ട്രാഫിക്കിന്റെ പ്രശ്നം തീരും, ഉറപ്പുണ്ട്. കാരണം ആ സീബ്ര ലൈൻ കിടക്കുന്നത് അതിനൊരു ശാസ്ത്രീയതയില്ല. ഒരാൾ വന്ന് നേരെ കിടക്കുന്നതിന് വണ്ടി ചവിട്ടണം. ഒരു 5-10 പേര് വന്ന് അവരെ കടത്തിവിട്ട് ആ ഒരു സിസ്റ്റം വന്നാൽ നിങ്ങൾക്ക് നോക്കിയാൽ അറിയാം, അവിടെ നിന്ന് അങ്ങോട്ട് നല്ല കൺജക്ഷനാ, ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരക്ക് കുറയുന്നുണ്ട്. അപ്പം തിരക്ക് കൂടിയിട്ട് എന്തുകൊണ്ടാ ഇപ്പം അങ്ങനെ ഇങ്ങോട്ട് ബസ്സും വരണം. ഞാൻ ഈ പറയുന്ന 2 കാര്യങ്ങൾ വടകര ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം കൂടി ഞങ്ങൾ വെച്ചു. അദാനി കമ്പനി ഇവിടെ മേൽപ്പാലങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ, അതിലിപ്പോൾ ഒരു മാറ്റം വരുത്തിയിട്ടുണ്ട്. തൂണി മേൽപ്പാത പലയിടങ്ങളിലായിട്ടുണ്ട്. ഇപ്പം നേരത്തെ മേൽപ്പാലം ആക്കാൻ വേണ്ടി മണ്ണിട്ട് ഉയർത്താൻ വേണ്ടിയിട്ടുള്ള ഒരു കോൺക്രീറ്റ് പാളികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ കോൺക്രീറ്റ് പാളികളെ മുഴുവൻ എടുത്ത് ഇവിടെ മാറ്റണം. എന്തുകൊണ്ടെന്നാൽ ആ കോൺക്രീറ്റ് പാളികൾ വെച്ചിടങ്ങളിൽ വടകരയിലുള്ള വ്യാപാര മേഖലക്കുള്ള ജനങ്ങൾക്കുള്ള ഏറ്റവും വലിയ പ്രയാസം എന്നാണ് പാർക്കിംഗ് ആണ്. ആ പാർക്കിങ്ങിന് വേണ്ടി ഞങ്ങൾക്ക് ആ സ്ഥലം വിട്ടു തരണം. ഞങ്ങൾ വെനിഞ്ഞാന്ന് ഡിമാൻഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ലിങ്ക് റോഡിൽ ഓപ്പോസിറ്റായിട്ട് അങ്ങോട്ട് കടക്കാൻ കഴിയണം. പെരുവാട്ടെന്താ ജംഗ്ഷൻ നേരിട്ട് ഇതൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഓരോ മീറ്റിങ്ങിലും അദാനി ഗ്രൂപ്പിന്റെ ആളുകൾ വന്ന് എല്ലാത്തിനും ഡേറ്റ് വരും. 10 ദിവസം, 3 ദിവസം, 7 ദിവസം. മുനിസിപ്പൽ ചെയർമാൻ ഇരുന്നിട്ടുണ്ട്. അവരോടൊക്കെ ഓരോ മീറ്റിങ്ങിലും ഞങ്ങൾക്ക് തരുന്ന ഉറപ്പ് 10 ദിവസം, 7 ദിവസം, 3 ദിവസമാണ്. 6 വർഷമായി ദുരിതമനു. ഇനി ഞങ്ങൾക്ക് ഈ ദുരിതം പേറാൻ മനസ്സില്ല. അതുകൊണ്ട് തന്നെ ശക്തമായ പ്രക്ഷോഭ പരിപാടികളുമായി വടകരയിലുള്ള വ്യാപാരി സമൂഹം മുന്നോട്ട് പോകും. ഞങ്ങളിവിടെ ഒരു രീതിയിലുള്ള ബലപ്രയോഗങ്ങളോ കാര്യങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്നില്ല.
എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ.